കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം. നമ്മൾ ആരാണ്, നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട് എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. തളരാതെ നേരിട്ട് ഓരോ വീഴ്ചയും അതിജീവിച്ച് മുന്നേറണം. സെന്റ് ഫിലോമിന സ്കൂളിന്റെ അഭിമാനമായ റേഡിയോ പ്രിയോറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ ജുവൽ മരിയ, അമ്മയ ജസ്റ്റിനും 8th Fലെ കൂട്ടുകാർക്കും സ്മീറ്റ ടീച്ചറിനുമൊപ്പം സൈനിങ് ഇൻ. കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. അക്ഷരങ്ങളെ അടുക്കി വെച്ച് അതിലോല ഭാവങ്ങളാൽ അന്തരംഗം ഉണർത്തുന്ന അത്ഭുത പ്രതിഭാസമാണ് ആനന്ദമാം സംഗീതം. കേൾക്കാം അന്റോണിയുടെ സംഗീതം. ജുവലെ, ഇന്നത്തെ കളി കണ്ടായിരുന്നോ? എന്താ ആവേശം അല്ലേ? ഫുട്ബോൾ അതൊരു വികാരമാണ്. ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ച് ഒരു വിവരണം കേട്ടാലോ? ഹിഷാമിന്റെ വാക്കുകളിലൂടെ. ഫിഫ വേൾഡ് കപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റാണ് ഫിഫ വേൾഡ് കപ്പ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കാണുന്ന ഏറ്റവും ജനപ്രിയമായ കായിക മേള കൂടിയാണിത്. തുടക്കം 1930 ഉറുഗ്വേയിൽ വെച്ചാണ് ആദ്യ ഫിഫ ലോകകപ്പ് നടന്നത്. ആദ്യ ചാമ്പ്യന്മാർ ഉറുഗ്വേയായിരുന്നു. അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫ ആണ് ഇത് സംഘടിപ്പിക്കുന്നത്. 4 വർഷത്തിലൊരിക്കലാണ് ടൂർണമെന്റ് നടക്കപ്പെടുന്നത്. യോഗ്യതാ മത്സരങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 32 രാജ്യങ്ങളും 2026 മുതൽ 48 രാജ്യങ്ങളും മത്സരിക്കും. നിലവിലെ ട്രോഫിയുടെ പേര് ഫിഫ വേൾഡ് കപ്പ് ട്രോഫി എന്നാണ്. സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ്. 1970 ബ്രസീൽ 3ാം തവണ കപ്പ് നേടിയപ്പോൾ ജുവൽസ് റിമെഡ് ട്രോഫി അവർക്ക് സ്ഥിരമായി ലഭിച്ചു. ലോകകപ്പ് ഒരു കളി മാത്രമല്ല, രാജ്യങ്ങളുടെ അഭിമാനവും ഐക്യവും സംസ്കാരവും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന വേദിയാണ്. പുതിയ താരങ്ങൾ ജനിക്കുകയും റെക്കോർഡുകൾ തിരുത്തപ്പെടുകയും ചെയ്യുന്ന വേദി കൂടിയാണിത്. പെലെ, മറഡോണ, മെസ്സി, റൊണാൾഡോ തുടങ്ങിയ ഇതിഹാസങ്ങൾ ലോകകപ്പിലൂടെയാണ് പ്രശസ്തമായത്. ഇന്ത്യ ഇതുവരെ ലോകകപ്പിന് യോഗ്യത നേടിയിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ഫുട്ബോളിനും ലോകകപ്പിനും വലിയ ആരാധനയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ലോകകപ്പ് കാലത്ത് ഉത്സവാന്തരീക്ഷമാണ്. ഫുട്ബോൾ യൂണിറ്റ്സ് ദ വേൾഡ് എന്ന മുദ്രാവാക്യം പോലെ രാജ്യം, ഭാഷ, ജാതി എന്നിവയുടെ വ്യത്യാസം മറന്ന് ലോകത്തെ ഒന്നിപ്പിക്കുന്ന മഹാമേളയാണ് ഫിഫ വേൾഡ് കപ്പ്. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ,
ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വഴി തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. കേൾക്കാം ഫുട്ബോളിൻ്റെ മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന മെസ്സിയുടെ ജീവിത വിജയം. ലയണൽ മെസ്സി അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ചു. ചെറുപ്പം മുതൽ ഫുട്ബോളിനെ ഏറെ ഇഷ്ടപ്പെട്ടു. 10-ാം വയസ്സിൽ വളർച്ചാ ഹോർമോൺ കുറവ് കണ്ടെത്തി. 13-ാം വയസ്സിൽ FC ബാർസലോണ അദ്ദേഹത്തെ സ്പെയിനിലേക്ക് കൊണ്ടുപോയിട്ട് ചികിത്സയും പരിശീലനവും നൽകി. 17-ാം വയസ്സിൽ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. ബാഴ്സലോണയിലേക്കായി 4 ചാമ്പ്യൻസ് ലീഗും 10 ലാ ലിഗ കിരീടങ്ങളും നേടി. 2005 മുതൽ അർജന്റീന ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നു. 2021 കോപ്പ അമേരിക്കയും 2022 ഫിഫ വേൾഡ് കപ്പും നേടി. 2022 ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടി. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ 8 ബാലൻ ഡിയോർ നേടിയ താരമാണ്. മികച്ച ഡിബ്ലിംഗ്, പാസിംഗ്, ഗോൾ നേടാനുള്ള കഴിവ് എന്നിവയ്ക്ക് പ്രശസ്തനാണ്. ലാ പുൾഗ എന്ന വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ്. നമ്മുടെ അടുത്ത് ചിലർ വാക്കുകളാൽ പറഞ്ഞില്ലെങ്കിലും അവരുടെ പ്രവൃത്തികൾ പറയും നമ്മൾക്ക് അവർ നൽകിയ വില. കാതോർക്കാം മനോഹരമായ ഒരു ഗാനം. പറയാതെ രാവേ പോകുന്നു പടിവാതിലൂടെ, ലാവൊന്നും പൊഴിയാതെ തൂമഞ്ഞോടറിയാതെ ഈ മണ്ണിൽ മൗനം തിരയാതെ, കാതിലരുളാൻ പാതി വരുതൻ നീടവിളിയെന്തിനായി, താനേകമേ വീണ പിഴയും പ്രാണനിൽ എന്തിനായി, പാതി വഴി തീരുമ്പോൾ നീ അകലമായുമ്പോൾ നീ അറിയും ആശ എന്തിനായി, ഞാനൊരുങ്ങും ഓർമ്മ എന്തിനായി, യാതൊന്നും പറയാതെ രാവേ പോകുന്നു പടിവാതിലൂടെ, പോയ കാലം നീയൻ കണ്ണിനോരമായി, ആരും ആരും അറിയാതുള്ളം കാണും കാവലായി, കാലിടറി വീണതില്ല ഞാൻ നിന്റെ നിഴലോരം, തെല്ലുമിഴി പൂട്ടിയില്ല നീ വന്നണയുവോളം, ഇന്നു വെയിലേറുമ്പോൾ പുല്ലുകടലാടുമ്പോൾ ഇൻവിളികൾ ഓർത്തു നിന്നു പോയി, പിൻവിളികളെങ്ങു മാഞ്ഞു പോയി, യാതൊന്നും പറയാതെ രാവേ പോകുന്നു പടിവാതിലൂടെ, ഏതു നോവിനറിയാത്തീരം പുൽകി നാളുകൾ, കുഞ്ഞു വാക്കും അതേന്നാലും നീളും വാശികൾ, പുഞ്ചിരികളേറി നിന്നൊരു രണ്ടു കവിളോ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. When health is absent, wisdom cannot reveal itself, art cannot manifest, strength cannot fight, wealth becomes useless, and intelligence cannot be applied. Herophilus. കേൾക്കാം ഹോസിയയുടെ ആരോഗ്യ സന്ദേശം. കായികക്ഷമതയുടെ ആവശ്യകതകൾ. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് വസിക്കുന്നത് എന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അവഗണിക്കുന്ന ഒന്നാണ് കായികക്ഷമത. നല്ല ആരോഗ്യത്തിനും സന്തോഷകരമായ ജീവിതത്തിനും കായികക്ഷമത അത്യാവശ്യകരമാണ്. കായികക്ഷമത ആവശ്യമായി വരുന്ന കാരണങ്ങൾ: ശാരീരിക ആരോഗ്യം. ദിവസവും വ്യായാമം ചെയ്യുന്നതിലൂടെ പൊണ്ണത്തടി, പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വരാതെ നോക്കാം. അസ്ഥികളും പേശികളും ബലപ്പെടും. മാനസിക ഉല്ലാസം. കായിക പ്രവർത്തനങ്ങൾ സ്ട്രെസ് കുറയ്ക്കുകയും ഉത്കണ്ഠയും വിഷാദവും അകറ്റുകയും ചെയ്യുന്നു. വ്യായാമം ചെയ്യുമ്പോൾ സന്തോഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ മനസ്സ് ഉന്മേഷവാനാകും. രോഗപ്രതിരോധ ശേഷി. പതിവായി കായിക പരിശീലനം ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കൂട്ടുന്നു. പെട്ടെന്ന് അസുഖങ്ങൾ വരാതെ സംരക്ഷണം നൽകുന്നു. പഠനത്തിലും ജോലിയിലും മികവ്. കായികക്ഷമതയുള്ള കുട്ടികൾക്ക് ഓർമ്മശക്തിയും ഏകാഗ്രതയും കൂടുതലായിരിക്കും. ജോലി ചെയ്യുന്നവർക്ക് ക്ഷീണം കുറവ്, ഊർജം കൂടുതൽ. അച്ചടക്കം. ആത്മവിശ്വാസവും
കായിക രംഗം ടീം വർക്ക്, അച്ചടക്കം, പരാജയങ്ങളെ നേരിടാനുള്ള കരുത്ത് എന്നിവ പഠിക്കുന്നു. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. മരുന്നിനേക്കാൾ വലുതാണ് വ്യായാമം. ആഴ്ചയിൽ 5 ദിവസം 30 മിനിറ്റ് നടത്തം, ഓട്ടം, കളി, യോഗ ജീവിതത്തിന്റെ ഭാഗമായാൽ മതി. ആരോഗ്യമേ മഹത് ഭാഗ്യം എന്ന ചൊല്ല് അർത്ഥമാക്കാൻ ഓരോരുത്തരും കായികക്ഷമതയ്ക്ക് പ്രാധാന്യം നൽകണം. ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് ദേവാംഗന MD. ഇന്നത്തെ നമ്മുടെ സ്കൂൾ റേഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ബോക്സിംഗ് എന്ന കായിക വിനോദത്തെ കുറിച്ചാണ്. 2 കളിക്കാർ റിങ്ങിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു കളിയാണിത്. വെറുതെ കൈക്കരുത്ത് കാട്ടുക മാത്രമല്ല ബോക്സിംഗ്, കൃത്യമായ അച്ചടക്കവും കഠിനമായ പരിശീലനവും ഇതിനാവശ്യമാണ്. ബോക്സിംഗ് റിങ്ങിൽ നിന്നും നമുക്ക് ജീവിതത്തിലേക്ക് വലിയൊരു പാഠം പഠിക്കാനുണ്ട്. കളിയിൽ ചിലപ്പോൾ ഇടി കൊള്ളേണ്ടി വരാം, താഴെ വീണു പോയെന്നും വരാം. പക്ഷേ അവിടെ വീണു കിടക്കാതെ വീണ്ടും എഴുന്നേറ്റ് പോരാടുന്നവരാണ് യഥാർത്ഥ വിജയി. നമ്മുടെ പഠനത്തിലും ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാൻ ഈ കളി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തോൽവികളിൽ നിന്ന് പഠിച്ച് വിജയത്തിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി. നമസ്കാരം. നമ്മുടെ സ്വന്തം ആവേശമായ കബഡിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച കബഡിയുടെ ആദ്യകാല രൂപത്തെക്കുറിച്ച് നമ്മുടെ ഇതിഹാസമായ മഹാഭാരതത്തിൽ പോലും സൂചനകളുണ്ട്. കാലക്രമേണ രൂപമാറ്റം സംഭവിച്ച ഈ നാടൻ വിനോദം 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് വളരുന്നത്. ഇന്ന് ലോകകപ്പ് മത്സരങ്ങളിലൂടെയും പ്രോ കബഡി ലീഗിലൂടെയും നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെളിമണ്ണിൽ നിന്നും മാറ്റ് ഫ്ലോറുകളിലേക്ക് കബഡി കുതിച്ചുയർന്നു കഴിഞ്ഞു. ഇത് കളിക്കാർക്ക് വലിയ പ്രശസ്തിയും അവസരങ്ങളുമാണ് നേടിക്കൊടുത്തത്. വേഗതയും ബുദ്ധിപരമായ തന്ത്രങ്ങളും ഒരേ സമയം ആവശ്യമുള്ള കബഡി ടീം വർക്കിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ലോകം ഉറ്റുനോക്കുന്ന ഒരു ആഗോള കായിക ഇനമായി മാറിയ കബഡിയുടെ ആവേശം ഇനി നമ്മുടെ മൈതാനങ്ങളിൽ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ശബ്ദത്തിന്റെ സ്വരച്ചേർച്ചയുടെ പ്രകടനമാണ് സംഗീതം. ജീവിതത്തിന്റെ സ്വരച്ചേർച്ചയുടെ പ്രകടനമാണ് സ്നേഹം. കേൾക്കാം ഘനശ്യാമിന്റെ ഡ്രംസ് പെർഫോമൻസ്. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. Here, men from the planet Earth first set foot upon the moon. We came in peace for all mankind. ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ എത്തിയതിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ഫലകത്തിലെ വാക്കുകളാണിവ. കേൾക്കാം ചാന്ദ്രദിനത്തെക്കുറിച്ച് അർജുൻ പറയുന്നത്. ചാന്ദ്രദിനം
ജൂലൈ 21 ലോക ചാന്ദ്ര ദിനം അഥവാ ഇന്റർനാഷണൽ മൂൺ ഡേ ആയി ആചരിക്കുന്നത്. 1969 ജൂലൈ 20 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. അമേരിക്കയുടെ അപ്പോളോ 11 ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികരായ നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനുമാണ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. ദാറ്റ്സ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ മാൻ, വൺ ജെയിന്റ് ലിപ്പ് ഫോർ മാൻകൈൻഡ് എന്ന ആംസ്ട്രോങ്ങിന്റെ വാക്കുകൾ ചരിത്രമായി. 2022 ഐക്യരാഷ്ട്രസഭ ഈ ദിവസത്തെ ഔദ്യോഗികമായി ഇന്റർനാഷണൽ മൂൺ ഡേ ആയി പ്രഖ്യാപിച്ചു. ആഘോഷിക്കുന്ന രീതി ചന്ദ്രനെക്കുറിച്ചും ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ചും സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസുകൾ, ക്വിസ് പ്രദർശനങ്ങൾ നടത്തുന്നു. ദൂരദർശിനി നിരീക്ഷണം രാത്രിയിൽ ചന്ദ്രനെ ദൂരദർശിനി വഴി നിരീക്ഷിക്കുന്നു. ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങൾ കാരണം ചാന്ദ്രദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ISRO വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രാധാന്യം ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ നേട്ടം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ, ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യവാസം സാധ്യമാക്കാനുള്ള ഗവേഷണങ്ങൾക്ക് പ്രചോദനമാകാൻ, യുവതലമുറയ്ക്ക് ബഹിരാകാശ ശാസ്ത്രത്തോട് താൽപ്പര്യമുണ്ടാകാൻ. ഇന്ത്യയും ചന്ദ്രനും. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നീ ദൗത്യങ്ങളിലൂടെ ഇന്ത്യ ചന്ദ്രപഠനത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. 2023 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതോടെ ഇന്ത്യ ലോക ശ്രദ്ധ നേടി. ചന്ദ്രനിലെത്തുക എന്നത് ഒരു കാലത്ത് സ്വപ്നം മാത്രമായിരുന്നു. ഇന്ന് അത് യാഥാർത്ഥ്യമാണ്. മനുഷ്യന്റെ കൗതുകവും പരിശ്രമവും എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ചാന്ദ്രദിനം. ഈ ആഴ്ചയിലെ സ്കൂൾ വിശേഷങ്ങളുമായി വരുന്നു വിനായക്. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് 8Fൽ നിന്നും ജുവൽ മരിയ. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി. ജനസംഖ്യാ ദിനത്തിന്റെ ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ടുള്ള പോസ്റ്റർ നിർമ്മാണവും ഉപന്യാസ രചനാ മത്സരവും നടത്തപ്പെട്ടു. കുട്ടികൾ പോസ്റ്ററുമായി റാലി നടത്തി. ജൂലൈ 12 മലാല ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നമ്മുടെ സ്കൂളിൽ നടത്തപ്പെട്ടു. ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രസംഗ മത്സരം, ക്വിസ് മത്സരം, പോസ്റ്റർ നിർമ്മാണം എന്നിവ നടത്തപ്പെടുകയും വിജയികളായവരെ അനുമോദിക്കുകയും ചെയ്തു. പങ്കുവച്ച അപ്പം വിശപ്പകറ്റും, പങ്കുവച്ച സ്നേഹം ജീവിതം മാറ്റിമറിക്കും. നല്ല പാഠം പദ്ധതിയുടെയും SPCയുടെയും ആഭിമുഖ്യത്തിൽ നമ്മുടെ സ്കൂളിൽ ആതുരാലയത്തിലേക്കുള്ള പൊതിച്ചോറ് വിതരണം ആരംഭിച്ചു. ആദ്യത്തെ പൊതിച്ചോറ് സമാഹരണം 10A, B, C ക്ലാസുകളിൽ നിന്നുള്ള കുട്ടികളിൽ നിന്നായിരുന്നു. PTA പ്രസിഡന്റ് ശ്രീ അരുൺ ജോസ്, ഹെഡ് മിസ്ട്രസ് മിനി ഏലിയസ് ടീച്ചർ, സാമൂഹ്യ പ്രവർത്തകനായിരുന്ന ഷാജു മാളോത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ അധ്യയന വർഷത്തെ ആദ്യ ക്ലാസ് PTA യോഗവും PTA ജനറൽ ബോഡി തെരഞ്ഞെടുപ്പും മാതാപിതാക്കൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസും വെള്ളിയാഴ്ച 17/7/26 നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന സുപ്രദു കപ്പ് സെന്റ് ഫിലോമിന സ്കൂൾ റണ്ണേഴ്സപ്പായി. 12 സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. അതിൽ പങ്കെടുത്ത എല്ലാ കായിക താരങ്ങൾക്കും കായിക അധ്യാപകനും സ്കൂളിന്റെ അനുമോദനങ്ങൾ. വാർത്തകൾ അവസാനിച്ചു. നന്ദി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, ഒരു വാചകം ചുമരിൽ എഴുതണം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും, ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും നൽകുന്നതായിരിക്കണം ആ വാചകം. ബീർബൽ എഴുതി. ഈ സമയവും കടന്നു പോകും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വാക്കുകളാണിവ. നമുക്ക് മുന്നേറാം ആത്മവിശ്വാസത്തോടെ. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ഞാൻ അമയ ജസ്റ്റിൻ, ജുവൽ മരിയേക്കും 8Fലെ കൂട്ടുകാർക്കുമൊപ്പം സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ
നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ കളകള ഒഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം പൂനമ്മാവിൻ